എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭാഗവത മഹാത്മ്യത്തിലെ 5-ാമത്തെ അധ്യായം 41 തൊട്ടുള്ള ശ്ലോകങ്ങളുടെ അർത്ഥവും സാരവും പറയാം. ഓം ഗം ഗണപതേ നമഃ. ഓം ഗം ഗണപതേ നമഃ. ഓം ഗം ഗണപതേ നമഃ. ഓം സരസ്വത്യേ നമഃ. ഓം സരസ്വത്യേ നമഃ. ഓം സരസ്വത്യേ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 41. തച്ഛ്രുത്വാ ദുരതഃ സൂര്യ സുഡമിത്യഭിഭാഷത ശ്രീമൻ ഭാഗവതാന്മുക്തി സപ്താഹേ വാചനം ഗുരു. തച്ഛ്രുത്വാ ദുരതഃ സൂര്യ സ്ഫുടമിത്യഭ്യഭാഷത ശ്രീമദ് ഭാഗവതാന്മുക്തി സപ്താഹേ വചനം ഗുരു. സൂര്യഭഗവാൻ ഗോകർണവചനം കേട്ടിട്ട് ദൂരത്തിൽ നിന്നു തന്നെ സ്പഷ്ടമായി ഇപ്രകാരം പറഞ്ഞു: ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് മുക്തി ലഭിക്കും. 7 ദിവസം കൊണ്ട് വായിച്ചു തീർക്കുക. ശ്ലോകം 42. ഇതി സൂര്യവച സർവേ ധർമ്മരൂപം ദുവിശ്രുതം സർവേ ബ്രുവൻ പ്രയത്നേന കർത്തവ്യം സുകരം ദിദം. ഇതി സൂര്യവച സർവേ ധർമ്മരൂപം ദുവിശ്രുതം സർവേ ബ്രുവൻ പ്രയത്നേന കർത്തവ്യം സുകരം ദിദം. ഇപ്രകാരം സൂര്യൻ പറഞ്ഞതിനെ എല്ലാവരും കേട്ട് ആ വചനത്തെ ധർമ്മസ്വരൂപമായിട്ട് നിശ്ചയിച്ചു. എത്ര പണിപ്പെട്ടാലും ഈ കാര്യം വേണ്ടും വിധം നടത്തണമെന്ന് സർവരും ചേർന്ന് പറഞ്ഞു. എന്നാൽ ഇതാകട്ടെ പ്രയാസമധികമുള്ളതല്ല താനും. ശ്ലോകം 43. ഗോകർണോ നിശ്ചയം കൃത്വാ വാചനാർത്ഥം പ്രവർത്തിതഃ തത്ര സംശ്രവണാർത്ഥായ ദേശഗ്രാമാഞ്ജനായയോ. ഗോകർണോ നിശ്ചയം കൃത്വാ വചനാർത്ഥം പ്രവർത്തിതഃ തത്ര സംശ്രവണാർത്ഥായ ദേശഗ്രാമാഞ്ജനായയോ. 7 ദിവസം കൊണ്ട് ഭാഗവതം വായിപ്പാനും അതിനെ വായിച്ചു തീർത്താൽ പ്രേതത്വമുക്തി വരുന്നതാണെന്നും നിശ്ചയിച്ച ഗോകർണൻ വായിപ്പാനൊരുങ്ങി. അത് കേൾപ്പാനായിട്ട് അവിടെ ദേശങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും ജനങ്ങൾ വന്നുകൂടി. ശ്ലോകം 44. പങ്കുന്ധവൃദ്ധമന്ദാശ തേ വിവാപക്ഷയായ വൈ സമാജസ്തു മഹാൻ ജാതോ ദേവവിസ്മയകാരക. പിംഗന്ധവൃദ്ധമന്ദാശ തേ വിവാപക്ഷയായ വൈ സമാജസ്തു മഹാൻ ജാതോ ദേവവിസ്മയകാരക. മുടന്തന്മാർ, അന്ധന്മാർ, വൃദ്ധന്മാർ, മൂഢന്മാർ മുതലായ പലരും അവരുടെ പാപക്ഷയത്തിനായിട്ട് സപ്താഹ ശ്രവണത്തിന് വന്നു. സംഘം വളരെ വലുതായിരുന്നു. ദേവന്മാർക്ക് കൂടെ ആശ്ചര്യം ജനിപ്പിക്കുവാൻ മതിയായിരുന്നു. ശ്ലോകം 45. യദേവാസനമാസ്തായ ഗോകർണോ കഥയിൽ കഥാം സപ്രേതോപി തദായാത സ്ഥാനം പശ്യനിതസ്തതഃ. യദേവാസനമാസ്തായ ഗോകർണോ കഥയിൽ കഥാം സപ്രേതോപി തദായാത സ്ഥാനം പശ്യനിതസ്തതഃ. ഗോകർണൻ ഭാഗവതം വായിപ്പാൻ ഉത്കൃഷ്ടമായ ആസനത്തിൽ അല്ലെങ്കിൽ വ്യാസപീഠത്തിൽ ഇരുന്നപ്പോൾ ദുന്ദുകാരിയുടെ പ്രേതവും തനിക്കിരിപ്പാൻ ഉചിതമായ സ്ഥാനത്തെ നിരീക്ഷണം ചെയ്തുകൊണ്ട് അവിടെ വന്നു. ശ്ലോകം 46. സപ്തഗ്രന്ഥിയുതം തത്ര അപശ്യത്കീചകമുച്ഛ്രിതം തന്മൂലഛിദ്രമാവേശ്യ ശ്രവണായാസിതോഹ്യസോ. സപ്തഗ്രന്ഥിയുതം തത്ര അപശ്യത്കീചമുച്ഛ്രിതം തന്മൂലഛിദ്രമാവേശ്യ ശ്രവണായാസിതോഹ്യസോ. വായിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനത്തിൻ്റെ സമീപത്തിൽ 7 കമ്പുകളോടുകൂടിയ ഒരു മുള അത്യുച്ചത്തിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിയിലുള്ള ദ്വാരത്തിൽ പ്രേതം പ്രവേശിച്ചു ഭാഗവതം കേൾപ്പാനിരുന്നു.
കഥ നടത്തുന്നത് ഒരു തോട്ടത്തിലോ പൂങ്കാവിലോ നദീതീരത്തിലോ വെച്ചാണെങ്കിൽ അധികം നന്നെന്ന് സൂചിപ്പിക്കുന്നു. ശ്ലോകം 47. വാദരൂപീസിതിം ഗാത്രം അശക്തോ വംശമാവിശ വൈഷ്ണവം ബ്രാഹ്മണം മുഖ്യം ശ്രോതാരം പരികൽപ്യ സ. വാദരൂപീസിതിം ഗാർത്തും അശക്തോ വംശമാവിശ വൈഷ്ണവം ബ്രാഹ്മണം മുഖ്യം ശ്രോതാരം പരികൽപ്യ സ. 48. പ്രഥമസ്കന്ധത സ്പഷ്ടം ആഖ്യാനം ധേനുജോ വരോത് ദിനാന്തേ രക്ഷിതാഗാത തഥാ ചിത്രം ബഭൂവഃ. പ്രഥമസ്കന്ധത സ്പഷ്ടം ആഖ്യാനം ധേനുജോ കരോത് ദിനാന്തേ രക്ഷിതാഗാത തഥാ ചിത്രം ബഭൂവഃ. കാറ്റിൻ്റെ സ്വരൂപത്തോടുകൂടിയ ആ പ്രേതം ചഞ്ചലമായ ആ നിലയിൽ കഥാശ്രവണം സുഖകരമല്ലായകയാൽ മുളയുടെ മൂലത്തിൽ സ്ഥിരമായ ആസനത്തെ ആശ്രയിച്ചിരുന്നു. ഇത് കണ്ട് ആസനം ആവശ്യമാണെന്ന് സിദ്ധിക്കുന്നു. ശ്രദ്ധായുക്തനും അഭിജ്ഞനുമായ ഒരു മുഖ്യ ശ്രോതാവില്ലാതെ കഥാകഥനം ശോഭനമല്ലായകയാൽ വിഷ്ണുഭക്തനായ ആ ഒരു ബ്രാഹ്മണനെ മുഖ്യ ശ്രോതാവായി ഗോകർണൻ നിശ്ചയിച്ചു. പ്രഥമസ്കന്ധം മുതൽ കഥ ആരംഭിച്ചു. ശ്രോതാക്കന്മാരെല്ലാവരും ധരിക്കത്തക്ക വിധം സ്പഷ്ടമായി വായിച്ചു. ദിവസാവസാനത്തിൽ അല്ലെങ്കിൽ സന്ധ്യാവസാന സമയത്തിൽ കഥ നിർത്തി. അപ്പോൾ അത്യാശ്ചര്യകരമായ ഒരു സംഭവമുണ്ടായി. സപ്താഹവിധി സാക്ഷാൽ ബ്രഹ്മദേവൻ ശ്രീ നാരദമുനിക്ക് ഉപദേശിച്ച അവസരത്തിൽ നാരദൻ ബ്രഹ്മവാനോട് ഇങ്ങനെ ചോദിച്ചു: കൃത്യധ്യായ വാചനീയ സപ്താഹ പ്രത്യഹം പിതഃ. ഹേ പിതാവേ, സപ്താഹ പാരായണം നടത്തുമ്പോൾ ഓരോ ദിവസം എത്രയെത്ര അധ്യായങ്ങളാണ് വായിക്കേണ്ടത്? നാരദരുടെ ഈ ചോദ്യത്തിന് ബ്രഹ്മാവ് ഇങ്ങനെ ഉത്തരം പറഞ്ഞു: പ്രഥമേനി വരാഹാന്തം, ദ്വിതീയേ ഭരതാന്തകം, തൃതീയേ ശ്രീന്യസിംഹാന്തം, ചതുർത്ഥേ വംശവർണ്ണനം, പഞ്ചമേ ഗുരുലീലാന്തം, ഷഷ്ഠേ ലീലാസമാപനം, സപ്തമേ ശുഗപൂജാന്തം. സപ്താഹക്രമ ഈരിതഃ. ഒന്നാം ദിവസം വരാഹാവതാരം വരെ, രണ്ടാം ദിവസം ഭരത കഥ വരെ, മൂന്നാം ദിവസം നരസിംഹാവതാരം വരെ, നാലാം ദിവസം വംശവർണ്ണനം വരെ, അഞ്ചാം ദിവസം ഭഗവാന്റെ ഗുരുകുലവാസവും ഗുരുദക്ഷിണയും കഴിയുന്നതുവരെ, ആറാം ദിവസം അവതാര ലീല സമാപ്തി വരെ, ഏഴാം ദിവസം ശ്രീ ശുഗപൂജ കഴിയുന്നതുവരെ. ഇതാണ് സപ്താഹ പാരായണക്രമം. ഇങ്ങനെ ഇതിനെ അനുസരിച്ച് പ്രഥമ ദിവസ പാരായണം അവസാനിച്ചപ്പോഴാണ് ആശ്ചര്യമായ ഒരു സംഭവമുണ്ടായത്. ശ്ലോകം 49. വംശൈക ഗ്രന്ഥിവേദോദ്ഭൂത് സശബ്ദം പശ്യതാം സദാം ദ്വിതീയോനി തഥാ സായം ദ്വിതീയ ഗ്രന്ഥിവേദനം. വംശൈക ഗ്രന്ഥിവേദോദ്ഭൂത് സശബ്ദം പശ്യതാം സദാം ദ്വിതീയോനി തഥാ സായം ദ്വിതീയ ഗ്രന്ഥിവേദനം. ശ്ലോകം 50. തൃതീയോനി തഥാ സായം തൃതീയ ഗ്രന്ഥിവേദനം. ഏവം സപ്താഹദിനേവം ച സപ്തഗ്രന്ഥി വിവേദനം. തൃതീയേനി തഥാ സായം തൃതീയ ഗ്രന്ഥിവേദനം. ഏവം സപ്തദിനേവം ച സപ്തഗ്രന്ഥിവേദനം. ശ്ലോകം 51. പ്രേതോ വീദ്വാദശസ്കന്ധ ശ്രവണാ പ്രേതതാം ജഗോ ദിവ്യരൂപധരോ ജാത തുളസീധാമമണ്ഡിതഃ. പ്രേതോ വീദ്വാദശസ്കന്ധ ശ്രവണാ പ്രേതതാം ജഗോ ദിവ്യരൂപധരോ ജാത തുളസീധാമമണ്ഡിതഃ. ശ്ലോകം 52. പീതവാസാഘനശ്യാമ മുകുടി കുണ്ടലാനിതഃ നനാമ ഭ്രാതരം സദ്യോ ഗോകർണാമിതി ചാബ്രവീത്. പീതവാസാഘനശ്യാമോ മുകുടി കുണ്ടലാനിതഃ നനാമ ഭ്രാതരം സദ്യോ ഗോകർണാമിതി ചാബ്രവീത്. കേട്ടിരിക്കുന്ന സജ്ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കവേ മുളയുടെ ഒന്നാമത്തെ ഗ്രന്ഥി അഥവാ കമ്പ് പൊട്ടിപ്പോയി. അതുപ്രകാരം രണ്ടാം ദിവസം
സന്ധ്യയിൽ രണ്ടാമത്തെ ഗ്രന്ഥിയും പൊട്ടി. ഇങ്ങനെ 7 ദിവസം കൊണ്ട് 7 കമ്പും പൊട്ടിപ്പോയി. 12 സ്കന്ധങ്ങളുടെ ശ്രവണത്തിൽ നിന്ന് സിദ്ധിച്ച മഹൽ പുണ്യലാഭത്താൽ പ്രേതം പ്രേതഭാവത്തെ വെടിഞ്ഞ് ദിവ്യരൂപധരനായി ഭവിച്ചു. തുളസിമാലയാൽ അലങ്കരിക്കപ്പെട്ടും മഞ്ഞപ്പട്ടുടുത്തും മേഘം പോലെ ശ്യാമള നിറത്തോടും കിരീട കുണ്ടലങ്ങളെ ധരിച്ചുകൊണ്ടും സഹോദരനായ ഗോകർണനെ നമസ്കരിച്ച വിധം പറഞ്ഞു. ശ്ലോകം 53. ത്വയാഹം മോചിതോ ബന്ധോ കൃപയാ പ്രേതകം സ്മലാത് ധന്യാ ഭഗവതീ വാർത്ത പ്രേതപ്രീഡാവിനാശിനി. ത്വയാഹം മോചിതോ ബന്ധോ കൃപയാ പ്രേതകസ്മലാത് ധന്യാ ഭഗവതീ വാർത്ത പ്രേതപീഡാവിനാശിനി. ഹേ ബന്ധോ, കരുണയോടുകൂടിയ നീ എന്നെ പ്രേതരൂപത്തിലിരിക്കേണ്ടതായി വന്ന പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. പ്രേതപീഡയെ നിശേഷം നശിപ്പിക്കുവാൻ തക്ക മാഹാത്മ്യത്തോടുകൂടിയ ഭാഗവത കഥ ഏറ്റവും ധന്യം തന്നെ. ശ്ലോകം 54. സപ്താഹോ വീതധാധന്യ കൃഷ്ണലോകബലപ്രദ കമ്പന്ദേ സർവപാപാനി സപ്താഹ ശ്രവണേ സിതേ. സപ്താഹോ വിദധാധന്യ കൃഷ്ണലോകബലം പ്രദ കമ്പന്ദേ സർവപാപാനി സപ്താഹ ശ്രവണേ സിതേ. ശ്രീകൃഷ്ണലോകത്തെ ശ്രോതാക്കന്മാർക്ക് ദാനം ചെയ്യുന്നതായ സപ്താഹ പാരായണവും അതേ പ്രകാരം ധന്യം തന്നെ. സപ്താഹ പാരായണം കേൾപ്പാനിരിക്കുന്നവരെ ബാധിച്ചിരിക്കുന്ന സർവപാപങ്ങളും വിറയ്ക്കുന്നു. ശ്ലോകം 55. അസ്മാകം പ്രളയം സദ്യ കഥാചേയം കരിഷ്യതി ആർദ്രം ശുഷ്കം ലഘുസ്ഥൂലം വാഗ്മന കർമ്മഭീകൃതം. അസ്മാകം പ്രളയം സദ്യ കഥാചേയം കരിഷ്യതി ആർദ്രം ശുഷ്കം ലഘുസ്ഥൂലം വാഗ്മന കർമ്മഭീകൃതം. 56. ശ്രവണം വിദഹേൽ പാവം പാവക സമിതോ യഥാ അസ്മിൻ വൈ ഭാരതേ വർഷേ സുരഭേ ദേവ സംസദി. ശ്രവണം വിദഹേൽ പാവം പാവക സമിതോ യഥാ അസ്മിൻ വൈ ഭാരതേ വർഷേ സുരഭേവ സംസദി. ശ്ലോകം 57. അഗധാശ്രാവിണാം പുംസാം നിഷ്ഫലം ജന്മകീർത്തിതം കിം മോഹദോ രക്ഷിതേന സുപുഷ്ടേന ബലീയസ. അഗധാശ്രാവിണാം പുംസാം നിഷ്ഫലം ജന്മകീർത്തിതം കിം മോഹദോ രക്ഷിതേന സ്ഫുടേന ബലീയസ. അധ്രുവേണ ശരീരേണ ശുഖശാസ്ത്രകഥാംബിന. അസ്മാകം പ്രളയം സദ്യ കഥാചേയം കരിഷ്യതേ ആർദ്രം ശുഷ്കം ലഘുസ്ഥൂലം വാഗ്മന കർമ്മഭീകൃതം. ശ്രവണം വിദഹേത് പാപം പാവക സമിതോ യഥാ അസ്മിൻ വൈ ഭാരതേ വർഷേ സുരഭീർദേവ സംസദി. അഗതാശ്രാവിണാം പുംസാം നിഷ്ഫലം ജന്മകീർത്തിതം കിം മോഹദോ രക്ഷിതേന സ്ഫുടേന ബലീയസ. അധ്രുവേണ ശരീരേണ ശുഖശാസ്ത്രകഥാംബിന. പാപങ്ങൾ വിചാരിക്കുന്നു, ഈ ഭാഗവത കഥ ഞങ്ങളെ ഇപ്പോൾ നശിപ്പിക്കും. ഇത് കേട്ടിരിക്കുന്ന ഈ ജനങ്ങളിൽ ഞങ്ങൾക്കിരിപ്പാൻ ശക്തിയില്ല. ആർദ്രം അറിവോടുകൂടെ ചെയ്ത പാപം, ശുഷ്കം അറിവില്ലാതെ ചെയ്ത പാപം, ലഘുക്കളായ കീടങ്ങൾ പാറ്റകൾ ഇവയെ ഹനിച്ചതുകൊണ്ടുള്ള പാപം, സ്ഥൂലം പശു മുതലായ നാൽക്കാലികളെ വധിച്ചതിനാലുള്ള പാപം, വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ചേഷ്ടകൾ കൊണ്ടോ ചെയ്തതായ സകല പാപങ്ങളെയും ഭാഗവത കഥാശ്രവണം അഗ്നിവിറകുകളെ എന്ന പോലെ ക്ഷണത്തിൽ ദഹിപ്പിക്കും. ഈ ഭാരതവർഷത്തിൽ കഥാശ്രവണത്തിൽ തൽപരന്മാരല്ലാത്തവരുടെ ജന്മം വ്യർത്ഥമാണെന്ന് ദേവസഭയിൽ വെച്ച് ബൃഹസ്പതി മുതലായ ആചാര്യന്മാരാൽ കീർത്തിക്കപ്പെട്ടിരിക്കുന്നു. മോഹം നിമിത്തം രക്ഷിക്കപ്പെടുന്നതും ഇപ്പോൾ ഏറ്റവും പുഷ്ടിയും ശക്തിയുള്ളതുമായ ഈ ശരീരം നശ്വരമാകയാൽ ശ്രീ ശുക ശാസ്ത്രശ്രവണത്തിനായിട്ട് ഈ ശരീരത്തെ ഉപയോഗപ്പെടുത്താഞ്ഞാൽ നിഷ്ഫലം തന്നെ. ശ്ലോകം 59.
അസ്ഥിസ്തംഭം സ്നായുബദ്ധം മാംസശോണിതലേപിതം ചർമാവനദ്ധം ദുർഗന്ധം പാത്രം മൂത്രം പുരീഷയോ ജരാശോകവിഭാകാർത്തം രോഗമന്ദിരമാതുരം അസ്ഥിസ്തംഭം സ്നായുബന്ധം മാംസശോണിതലേപിതം ചർമാവനദ്ധം ദുർഗന്ധം പാത്രം മൂത്രപരീക്ഷയോ ജരാശോകവിഭാകാർത്തം രോഗമന്ദിരമാതുരം അസ്ഥിസ്തംഭം സ്നായുബദ്ധം മാംസശോണിതലേപിതം ചർമാവനദ്ധം ദുർഗന്ധം പാത്രം മൂത്രപുരീഷയോ ജരാശോകവിഭാകാർത്തം രോഗമന്ദിരമാതുരം. ശ്ലോകം 60. ദുഷ്പുരം ദുർധരം ദുഷ്ടം സ്വദോഷം ക്ഷണഭംഗുരം കൃമീവിഡ്ഭസ്മസംജ്ഞാന്തം ശരീരമിതി വർണ്ണിതം. ദുഷ്പുരം ദുർധരം ദുഷ്ടം സ്വദോഷം ക്ഷണഭംഗുരം കൃമീവിഡ്ഭസ്മസംജ്ഞാന്തം ശരീരമിതി വർണ്ണിതം. എല്ലുകളാകുന്ന തൂണുകളിൽ നിന്ന് ഞരമ്പുകളാവുന്ന കയറുകൊണ്ട് കെട്ടി ഉറപ്പിക്കപ്പെട്ടതും മാംസം രക്തം എന്നിവയാൽ ലേപനം ചെയ്യപ്പെട്ടും തോലിനാൽ മൂടപ്പെട്ടും മലമൂത്രങ്ങളുടെ പാത്രമായിരിക്കുന്നത് നിമിത്തം ദുർഗന്ധത്തോടുകൂടിയതും ജരാബാധയുടെ പരിഭാഗകാലത്തിൽ അതിക്ലേശത്തോടുകൂടിയതും രോഗങ്ങളുടെ ഭവനമായിരിക്കയാൽ സർവദാ ദുഃഖഭൂയിഷ്ടവും വൃത്തി വരുത്തുവാൻ പ്രയാസമായിരിക്കുന്നതും ധരിപ്പാൻ എളുപ്പമല്ലാത്തതും ദുഷ്കരിച്ചതും ദുഷിച്ചതും വാതപിത്ത കപാതി ദോഷങ്ങളോടുകൂടിയതും ക്ഷണത്തിൽ നശിക്കുന്ന സ്വഭാവത്തോടുകൂടിയതും അവസാനത്തിൽ പുഴുക്കളായിട്ടോ മലമായിട്ടോ ഭസ്മമായിട്ടോ കലാശിക്കുന്നതുമാണ് ശരീരമെന്ന് വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. പാദാരവിന്ദം ശരണാഗതം. പാദാരവിന്ദം ശരണാഗതം.